പൂവിളികളും പൂക്കളങ്ങളും ആരവങ്ങളുമായി ഒരോണം കൂടി ഇങ്ങെത്തി. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പൂക്കളും പൂവിൽപ്പനയും കേരളത്തിലെ ഓരോ പട്ടണത്തിലും സജീവമാണ്. 200ഉം 500ഉം രൂപ നൽകിയാണ് ഓരോരുത്തരും പൂക്കളമിടാനായി പൂക്കൾ വാങ്ങുന്നത്. മറ്റെല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളെയും പോലെ തന്നെ പൂക്കൾക്കും നാം അന്യസംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കർഷകർ പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ആഭ്യന്തര ആവശ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ആകുന്നില്ല. വിവിധ നിറങ്ങളിൽ വിടർന്നു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ തന്നെയാണ് പൂക്കളങ്ങളിലെ പ്രധാന സ്ഥാനക്കാർ. നമ്മുടെ നാട്ടിലും പാടത്തും പറമ്പിലും കാണുന്ന തുമ്പയും മുക്കുറ്റിയും ചെമ്പരത്തിയും പൂക്കളങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. പൂക്കുടയുമായി പൂക്കൾ ശേഖരിക്കുന്ന ബാലികകൾ ഇന്ന് റീൽസിൽ മാത്രമായി ഒതുങ്ങുകയാണ്. പ്ലാസ്റ്റിക് കവറുകളിൽ ഒരു പിടി പൂക്കളുമായി ചന്തയിൽ നിന്ന് വരുന്നതും കാത്തിരിപ്പാണവർ. പാടവരമ്പത്ത് തുമ്പപ്പൂ പറിച്ചതും പറമ്പിലെ മുക്കുറ്റി ശേഖരിച്ചതും അതിർത്തിവേലിയിലെ ചെമ്പരത്തിപ്പൂ നുള്ളിയെടുത്തതും ഇന്ന് ഒരു ഓർമ്മ മാത്രമാണ്. വിവിധ വർണ്ണത്തിലുള്ള പൂക്കളുമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം പൂവിപണി സജീവമാണ്. തെച്ചിയും പിച്ചികവും തുമ്പയും മുക്കുറ്റിയും ചെമ്പരത്തിയും കോളാമ്പിപ്പൂവും വാടാർമല്ലിയും തൊട്ടാവാടിയും ജമന്തിയും സൂര്യകാന്തിയും നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പിലും പൂത്തു നിൽക്കുന്ന പേരറിയാത്ത പലതും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും അപൂർവമാണ്. പ്ലാസ്റ്റിക് കവറുകളിൽ വീട്ടുകളിലെത്തുന്ന അന്യസംസ്ഥാന പൂക്കൾ തന്നെയാണ് നമ്മുടെ പൂക്കളങ്ങളെ മനോഹരമാക്കി നിർത്തുന്നത്.